നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ മാത്രം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ടെത്തിയ കാർലോ അഞ്ചലോട്ടിക്ക് ഈ വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2030 വേൾഡ് കപ്പ് വരെയാണ് CBF അദ്ദേഹവുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിന് ഒരു ഫുൾ സൈക്കിൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ടീമിൽ വമ്പൻ അഴിച്ചുപണിക്ക് കാർലോ അഞ്ചലോട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലും. വിശദമായിട്ട് നമ്മൾ നോക്കിയാണ് കാർലോ അഞ്ചലോട്ടി ടു മേക്ക് ചേഞ്ചസ് ടു കോച്ചിങ് സ്റ്റാഫ് ആൻഡ് പ്രിപ്പയർ ഓവർഹോൾ ഓഫ് ബ്രസീലിയൻ നാഷണൽ ടീം. അഞ്ചലോട്ടി 2030 വരെ തുടരുമെന്ന കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. കോച്ചിങ് സ്റ്റാഫിൽ മോഡിഫിക്കേഷൻ ആയിരിക്കും ആദ്യം സംഭവിക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് ആഞ്ചലോട്ടി ലില്ലിയുടെ കോച്ചായിട്ട് ഫ്രാൻസിലേക്ക് പോവുകയാണ്. സോ അസിസ്റ്റൻറ്റ് കോച്ച് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പോകും. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് കോച്ച് സ്ഥാനത്ത് നിന്ന് ടഫറയിൽ പോകും. അതുപോലെ മറ്റു ചിലരും പോകാൻ സാധ്യതയുണ്ട്. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കാസെമിറോ, മാർക്കിഞ്ഞോസ്, ഡാനിലോ, അലക്സാൻഡ്രോ, നെയ്മർ, ആലിസന് ഇവരൊന്നും അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയം 2030 സൈക്കിളിലേക്ക് ടീമിലേക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരിൽ ലെഫ്റ്റ് ബാക്ക് കൈക്കി ബ്രൂണോ, സെൻറ്റർ ബാക്ക് വിക്ടർ റീസ് തുടങ്ങിയവരുണ്ട്. പിന്നെ റയാൻ, ഇപ്പോൾ ഈ വേൾഡ് കപ്പ് കളിച്ച റയാൻ, അതുപോലെ എൻട്രിക്ക്, ഇങ്ങനെയുള്ള താരങ്ങളെ ഏതായാലും കോച്ച് അടുത്ത വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകും എന്നാണ് ലഭ്യമാവുന്ന വിവരം. അവരുടെ ഫോമും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. ഏതായാലും ബ്രസീലിൻ്റെ അടുത്ത വേൾഡ് കപ്പ് സൈക്കിൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേൾഡ് കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് ടീം കടക്കുമെന്നാണ് വിവരം. ഈ ടീമിലുള്ള കുറേ താരങ്ങൾ പുറത്തു പോകും, ചില താരങ്ങൾ ടീമിൽ നിലനിൽക്കും. അതാരൊക്കെയാണെന്ന് നോക്കിയാണ്. ഡഗ്ലസ് സാൻഡോസ്, അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 36 വയസ്സായിരിക്കും. ഇപ്പോഴത്തെ ഈ ഫോമിൽ കോച്ച് എന്തായാലും വലിയ രൂപത്തിൽ സംതൃപ്തനാണ്. അടുത്ത വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തെ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അടുത്ത കോളപ്പിൽ എന്തായാലും അദ്ദേഹം ഉണ്ടാകും. 36 വയസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഫോമും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ പറ്റിയാൽ ഒരു സീനിയർ മെമ്പർ എന്ന രൂപത്തിൽ അടുത്ത വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ ആഞ്ചലോട്ടി ഒരുപക്ഷെ തയ്യാറായിരിക്കും. റയാൻ, ബൺമൗത്തിൻ്റെ താരം, 19 വയസ്സേ ഉള്ളൂ. തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിലേക്ക് കോച്ച് എന്തായാലും ഇപ്പോഴത്തെ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊണ്ടുപോകും. അടുത്ത കോളപ്പിൽ എന്തായാലും റയാൻ ഉണ്ടാകും. മാത്യൂസ് കുഞ്ഞക്ക് 2030 വേൾഡ് കപ്പ് ആകുമ്പോൾ 31 വയസ്സാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ ഫോമും കാര്യങ്ങളും തുടരുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാൻ മാത്യൂസ് കുഞ്ഞ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനി ജൂനിയർ ഈ വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൻ്റെ പ്രൊട്ടഗനിസ്റ്റ് അദ്ദേഹമായിരുന്നു. അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രായം 29 വയസ്സേ ആവുകയുള്ളൂ. സോ അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗബ്രിയൽ മാർട്ടിനെല്ലി, വിനിയുടെ സെയിം ഏജാണ്. 2022 വേൾഡ് കപ്പിൽ അദ്ദേഹം റിസർവ് എന്ന രൂപത്തിൽ ടീമിൽ ഉണ്ടായിരുന്നു. 2026 അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ലഭിച്ചു. ഇനി ആഴ്സണലിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ടൈമും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കരുതാം. സോ ഷുവറായിട്ടും അടുത്ത കോളപ്പുകളിലും ഗബ്രിയൽ മാർട്ടിനെല്ലി ഉണ്ടാകും. ഇനി ഈ താരങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് അപ്പായിട്ടുണ്ടെന്ന് പറയാം. ആലിസൻ്റെ കാര്യം എന്താണ്? അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 37 വയസ്സായിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം എത്താൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ആഞ്ചലോട്ടി ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കോളപ്പുകളിൽ അദ്ദേഹം ഉണ്ടാകും. പക്ഷേ 4 വർഷം അദ്ദേഹം തുടർച്ചയായിട്ട് ബ്രസീൽ ടീമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പതിയെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഗബ്രിയൽ മെഗല്ലസ് അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴേക്കും 32 വയസ്സായിരിക്കും ഉണ്ടാവുക. ഈ വേൾഡ് കപ്പിന് എത്തുമ്പോൾ ബ്രസീലിൻ്റെ ടോപ്പ് ഡിഫൻഡറായിട്ട് പരിഗണിച്ച് വന്നതാണ്. പക്ഷേ ഹാലൻഡിനെതിരേക്കുള്ള പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. അടുത്ത കോളപ്പിലൊക്കെ അദ്ദേഹം ഉണ്ടാകും. വേൾഡ് കപ്പ് വരെ എത്തുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോമൊക്കെ അനുസരിച്ചിരിക്കും. ബ്രമർ തീർച്ചയായിട്ടും 1 മിനിറ്റ് പോലും ഈ വേൾഡ് കപ്പിൽ കളിക്കാത്ത ഔട്ട്ഫീൽഡ് പ്ലെയറാണ് അദ്ദേഹം. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ യാതൊരുവിധ മാറ്റവുമില്ല. ആഞ്ചലോട്ടിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് 2ാം സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമാണ്. മാർക്കിഞ്ഞോസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പതിയെ ബ്രസീൽ ടീമിൽ നിന്ന് അദ്ദേഹത്തെ നഷ്ടപ്പെടും. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ബ്രമറെ പരിഗണിച്ചേക്കും. എന്നാൽ പോലും 2030 വേൾഡ് കപ്പ് വരെ അദ്ദേഹം തുടരാനുള്ള സാധ്യത കുറവാണ്. ഫാബിഞ്ഞോ തീർച്ചയായിട്ടും കാസെമിറോ പുറത്താകുമ്പോൾ ഒരു പെർമനൻറ്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫാബിഞ്ഞോ എത്തിയേക്കും. പക്ഷേ അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ 36 വയസ്സുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സൈക്കിളിലൊക്കെ അദ്ദേഹത്തെ തുടക്കത്തിൽ കോളപ്പ് ചെയ്തേക്കും. പക്ഷേ ഗ്രാജുവലി അദ്ദേഹം ബാറ്റൺ കൈമാറും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ബ്രൂണോ ഗുയിമാരസ് വേൾഡ് കപ്പ് കഴിയുമ്പോൾ ഒരു വില്ലൻ പരിവേഷമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു പെനാൽറ്റി കാരണമാണ്. പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. 4 അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു, സംശയമില്ല.
അടുത്ത വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ ടീം കണ്ണുവെക്കുമ്പോൾ ടീമിനെ റീബിൽഡ് ചെയ്യാൻ ഒരു പില്ലറായിട്ട് ബ്രൂണോ ഗുയിമാരസ് ഉണ്ടാകും. ഡാനിലോ സാന്റോസ് ഈ വേൾഡ് കപ്പിലേക്ക് വന്ന സെയിം വേദനയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. കാരണം അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് താരം എന്ന രൂപത്തിൽ വന്നു, അദ്ദേഹത്തിന് കുറച്ച് അവസരങ്ങൾ ലഭിച്ചു. പക്ഷേ അഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്ത് സ്റ്റാർട്ടർ ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്രസീലിൻ്റെ യങ് ജനറേഷൻ്റെ ഭാഗമാണ്, തീർച്ചയായിട്ടും അടുത്ത സൈക്കിളിൽ അദ്ദേഹം തുടരും. ലൂക്കാസ് പാക്വേറ്റ, അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം കളിക്കാൻ പറ്റിയില്ല. അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 32 പക്ഷേ അടുത്ത വേൾഡ് കപ്പ് വരെ എത്തണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ഇൻകൺസിസ്റ്റൻ്റ് പെർഫോമൻസ് മതിയാവില്ല. എഡേഴ്സൺ, തീർച്ചയായിട്ടും വെസ്ലിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് എഡേഴ്സൺ വന്നത് മധ്യനിരയിലേക്ക്. പക്ഷേ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത സൈക്കിളിൻ്റെ ഭാഗമായേക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഏത് രൂപത്തിലാണ് എന്നതനുസരിച്ച് മാത്രമായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്കൊക്കെ പോകുമോ എന്ന കാര്യം അറിയാൻ കഴിയുള്ളൂ. എൻട്രിക്കിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും വരും കൊളപ്പുകൾ അദ്ദേഹം ഉണ്ടാകും. അടുത്ത വേൾഡ് കപ്പിലും ഒരു പക്ഷേ പ്രധാനപ്പെട്ട താരമായിട്ടുണ്ടായേക്കും. റാഫീഞ്ഞ ആകെ 20 മിനിറ്റ് മാത്രമാണ് രണ്ടാമത്തെ കളി കളിച്ച്. ഫസ്റ്റ് കളി മാത്രമാണ് അദ്ദേഹം ബ്രസീൽ ടീമിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സമയം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 33 വയസ്സാവും. ഇതേ ഫോം നിലനിർത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പിന്നെ നല്ല കോമ്പറ്റീഷൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും. സോ എസ്റ്റവായോ വില്ലിനെ പോലെയുള്ള താരങ്ങളൊക്കെ അടുത്ത വേൾഡ് കപ്പിലേക്ക് വരാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റാഫിഞ്ഞയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പിന്നെ ഇനി സ്ക്വാഡിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ള ഒന്ന് ഗോൾ കീപ്പർ എഡേഴ്സനാണ്. സിറ്റിയുടെ ഗോൾ കീപ്പറായിരുന്നു, പിന്നെ അദ്ദേഹം ഫെണർബാഷയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ സാധ്യത അദ്ദേഹത്തിനില്ല. വെവേർട്ടിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 42 വയസ്സാകുന്നുണ്ടാവും. ഇനി സ്ക്വാഡിലേക്ക് ഉണ്ടാവില്ല. ഡിഫൻഡർ ഡാനിലോ എന്തായാലും പുറത്തു പോകും എന്ന കാര്യം ഉറപ്പാണ്. ഇബാനസ്, അദ്ദേഹം ഇപ്പം 27 വയസ്സ് ആണ്. പക്ഷേ തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇബാനസിന് ഒരു പക്ഷേ മോണിറ്റർ ചെയ്തേക്കും. എന്നാൽ പോലും വേൾഡ് കപ്പിലേക്കൊക്കെ അദ്ദേഹം ഇനി വരുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലെ ഇബാനസിൻ്റെ ഒരു പെർഫോമൻസ് ആദ്യ കളിയിൽ അത്ര മികച്ചതായിരുന്നില്ല എന്ന കാര്യം കൂടി നോക്കണം. ഇപ്പോൾ 27 വയസ്സെന്ന് പറയുമ്പോൾ അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് 31 വയസ്സായിരിക്കും. ലിയോ പെരീര 2025 ബെസ്റ്റ് ഡിഫൻഡർ അദ്ദേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സുണ്ട്. ഈ വേൾഡ് കപ്പിൽ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. സോ 34 അടുത്ത വേൾഡ് കപ്പിന്. സോ അദ്ദേഹം സ്ക്വാഡിലേക്ക് ഇനി എത്താനുള്ള സാധ്യതയില്ല. അലക്സാന്ദ്രോയുടെ കാര്യത്തിൽ ഡാനിലോയുടെ അതേ കാര്യം തന്നെയാണ്, ഇനി സ്ക്വാഡിലേക്ക് വരില്ല എന്ന് കരുതാം. മാർക്കിൻയോസിൻ്റെ കാര്യത്തിൽ ആലിസിൻ്റെ സെയിം സിറ്റുവേഷനാണ്. അതായത് സ്ക്വാഡ് ഈ വേൾഡ് കപ്പിന് ശേഷം അടുത്ത കോളപ്പിലൊക്കെ മാർക്കിൻയോസ് ഉണ്ടായിരിക്കും. പക്ഷേ പതിയെ അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം നഷ്ടപ്പെടും. അങ്ങനെ അദ്ദേഹം പുറത്തു പോകും. കാസമിറോയുടെ കാര്യത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇഗോർ തിയാഗോയുടെ കാര്യത്തിൽ 25-കാരനായിട്ടുള്ള താരം അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒരു പക്ഷേ ബ്രസീൽ ടീമിൻ്റെ പ്രധാന താരമായിട്ടൊക്കെ വരാം. പക്ഷെ ലഭിച്ച അവസരം ഈ വേൾഡ് കപ്പിൽ മികവ് കാണിച്ചിട്ടില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു മടങ്ങിവരവ് ഉണ്ടാവുകയുള്ളൂ. പ്രീമിയർ ലീഗിൽ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത വേൾഡ് കപ്പിനില്ല എന്നുള്ളത്, ബ്രസീൽ ടീമിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നോക്കണ്ട. പക്ഷേ അടുത്ത വേൾഡ് കപ്പൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 38 വയസ്സേ ആവുകയുള്ളൂ. വയസ്സേ ആവുകയുള്ളൂ എന്ന് പറയാൻ കാരണം മെസ്സിക്ക് ഇപ്പോൾ 39 ക്രിസ്ത്യാനോക്ക് 41 ഒക്കെയാണ്. വേണമെങ്കിൽ വിചാരിച്ച നെയ്മർക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്താണ്, അദ്ദേഹം തുടരാൻ സാധ്യതയില്ല. അടുത്ത കോപ്പ അമേരിക്ക വരെയെങ്കിലും അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൂയിസ് എൻട്രിക്കെ, അദ്ദേഹം ഇമ്മൻസ് പൊട്ടൻഷ്യൽ എന്ന രൂപത്തിലേക്ക് വന്നതാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അത്ര മികവ് കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പ് സൈക്കിളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി കോച്ചിങ് ടീം അദ്ദേഹത്തെ ശരിപ്പെടുത്തിയെടുത്തിയേക്കാം. ഇതാണ് ഇപ്പോൾ ഉള്ളൊരു വിവരം. പക്ഷേ അടുത്ത വേൾഡ് കപ്പൊക്കെ വരുമ്പോഴേക്കും കുറേ യുവതാരങ്ങൾക്ക് വിക്ടർ റോക്കിനെ പോലുള്ളവരൊക്കെ മികവിലേക്ക് തിരികെ എത്തുമോ? അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ, ഇപ്പം എസ്റ്റവായോ വില്യൻ അദ്ദേഹത്തിൻ്റെ പരിക്കൊക്കെ മാറി കൂടുതൽ മികവിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ബ്രസീലിന് തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രസീൽ ടീമിൽ ഏതായാലും ഇനിയൊരു വലിയ അഴിച്ചുപണിയുടെ സമയമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.